ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് പച്ചമുളകും ഈന്തപ്പഴവും കൊണ്ട് ഒരച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10 ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കടുക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് കടുക് പരിപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 20 വെളുത്തുള്ളി അല്ലിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായം, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ വെള്ളം അരിച്ചെടുത്തത്, ഒരു കഷ്ണം ശർക്കര ചൂടാക്കി അരിച്ചെടുത്തത്, ഒരു സ്വല്പം ഉലുവാപ്പൊടി, ഒരു 1/2 സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പച്ചമുളക് ഈന്തപ്പഴം കൂടെ ചേർത്തുള്ള അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം. നമുക്ക് ആദ്യം ഈ പച്ചമുളക് ഒന്ന് വരഞ്ഞിട്ട് അപ്പച്ചെമ്പിലൊന്ന് ആവി കയറ്റി 5 മിനിറ്റ് വേവിച്ച് കൊണ്ടുവരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പരിപ്പ് നമ്മൾ മിക്സിയിലിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ ഒന്ന് വാടി വരട്ടെ. പൊടികളൊക്കെ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇത് ഞെട്ടോടുകൂടിയാണ് ഇടുന്നത്. അച്ചാറിന് ഞെട്ടോടുകൂടി മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിക്കും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊരു സ്പൂണോളം ഉപ്പിപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്കിത് തുറന്ന് നോക്കാം. മസാലയൊക്കെ പിടിച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മുളകൊക്കെ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു 10 എണ്ണമാണ്. അത് കുരു കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ്. അതിട്ട് കൊടുക്കാം. അതിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതിലേക്ക് നമുക്ക് ശർക്കര വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. അച്ചാർ നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിലും ശർക്കരയും ഡേറ്റ്സും ഒക്കെ ഇട്ടുകൊണ്ട് അച്ചാറിന് അധികം എരിവൊന്നുമില്ല. പാകത്തിനുള്ള എരിവേ ഉള്ളൂ. നല്ല ടേസ്റ്റി ഒരു അച്ചാറാണിത്. നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ഗ്രീൻ ചില്ലി ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പച്ചമുളക് ഈന്തപ്പഴം കൂടെ ചേർത്തുള്ള അച്ചാർ. ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കുക. ഇത് നല്ല ഒരു അടിപൊളി അച്ചാറാണിത്. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.